നമസ്കാരം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുറച്ച് ടിപ്സുകളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ട്രിപ്പ് ചപ്പാത്തി ചുടുമ്പോൾ പൊങ്ങി വരാനുള്ള ട്രിപ്പാണ്. നേരത്തെ ഉള്ള വീഡിയോയിൽ ചപ്പാത്തി പരത്തി വെച്ച് ഫ്രിഡ്ജിൽ എങ്ങനെ സൂക്ഷിക്കാം എന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കാണേണ്ടവർക്ക് ഈ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് കാണുന്ന വീഡിയോ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി ചപ്പാത്തി ചുടുന്നത് എങ്ങനെ എന്ന് നോക്കാം. ഇതുപോലത്തെ ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് ഒരു കിഴി ഉണ്ടാക്കി ഈ ചപ്പാത്തിയുടെ മേലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ചപ്പാത്തി നല്ലവണ്ണം പൊങ്ങി വരും. ഇനി നെക്സ്റ്റ് ട്രിപ്പ് കറികൾക്ക് ടേസ്റ്റ് കൂട്ടുന്നത് എങ്ങനെ എന്ന് നോക്കാം. അതിനായി തേങ്ങ വറുക്കുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ പെരിഞ്ജീരകവും സ്വല്പം കറിവേപ്പിലയും ഇട്ടുകൊടുത്ത് നല്ലവണ്ണം വറുത്തെടുക്കുക. ഇത് പാകമായാൽ ഇതിൻ്റെ സെൻറ്ററിൽ സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. സ്വല്പം മുളക് പൊടിയും ഇട്ടുകൊടുത്ത് വറുത്തെടുക്കുക. ഇത് ചിക്കൻ കറിയിലും സാമ്പാറിലും കടലക്കറിക്കും ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നെക്സ്റ്റ് ട്രിപ്പ് നെല്ലിക്ക ഉപ്പിലിടുന്നത് എങ്ങനെ എന്ന് നോക്കാം. അതിനായി കുപ്പി നല്ലവണ്ണം ചൂടുവെള്ളത്തിൽ കഴുകിയതിന് ശേഷം തിളപ്പിച്ചാറിയ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുപ്പി നിറച്ചും ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഒരു വലിയ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നല്ല പച്ചമുളക് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കാന്താരി മുളക് ഇട്ട് കൊടുത്താലും മതി. ഇനി സ്വല്പം വിനാഗിരി കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഒരിക്കലും പൂപ്പൽ വരികയില്ല. നെക്സ്റ്റ് ട്രിപ്പ് തറ തുടയ്ക്കുവാൻ ലിക്വിഡ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അതിനായി 2 ഗ്ലാസ് വെള്ളമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പൗഡർ 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഒരു ചെറുനാരങ്ങ മുറിച്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇത് നല്ലവണ്ണം വെട്ടിത്തിളപ്പിക്കണം. തിളച്ചതിന് ശേഷം അടുപ്പത്ത് നിന്നും ഇറക്കി വെക്കണം. ഇനി തുടയ്ക്കാൻ വേണ്ടി ഒരു ബക്കറ്റിൽ സ്വല്പം വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് ഈ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം 2 തുള്ളി പുൽത്തൈലം ഇതിലേക്ക് ഒറ്റിച്ചു കൊടുക്കുക. ഇനി തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന ടവൽ ഇതിലേക്ക് ഇട്ടുകൊടുത്ത് തറ തുടയ്ക്കാവുന്നതാണ്. ഇങ്ങനെ തുടയ്ക്കുമ്പോൾ തറ നല്ല ക്ലീൻ ആവുകയും കൂടാതെ വീടിനകത്തുള്ള ബാഡ് സ്മെൽ മാറുകയും ചെയ്യും. നെക്സ്റ്റ് ട്രിപ്പ് ചെറുനാരങ്ങ ഉപയോഗിച്ച് ഗ്ലാസിൻ്റെ പാത്രങ്ങൾ എങ്ങനെ കഴുകാം എന്ന് നോക്കാം. അതിനായി ഒരു ഗ്ലാസ്സാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് പാത്രം കഴുകുന്ന ലിക്വിഡും ചെറുനാരങ്ങ നീരും ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് നല്ലവണ്ണം ഉരച്ച് കഴുകുക. കൂടാതെ സ്റ്റീൽ പാത്രങ്ങൾ കഴുകാനും ഇത് നല്ലതാണ്. സിങ്ക് കഴുകിയാലും നല്ല ക്ലീൻ ആവും. ഇപ്പോൾ നമ്മളുടെ ഗ്ലാസ് നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം.